ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന യൂട്യൂബിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, ഏതൊരു സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇന്ത്യയിൽ മുംബൈ എന്ന് പറയുന്ന സ്ഥലത്തിൽ 3 കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ വീഡിയോയ്ക്ക് വ്യൂസ് അധികരിക്കാൻ വേണ്ടി പ്രാങ്ക് ചെയ്യുക. എത്തരത്തിൽ പ്രാങ്ക് ചെയ്യുക? അശ്ലീലപരമായിട്ടുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ ഏറ്റവും കൂടുതൽ മില്യൺ കണക്കിന് വ്യൂസ് വാരിക്കൂട്ടുകയും പൈസ സമ്പാദിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസ്. പ്രാങ്ക് ചെയ്യുക എന്ന് വെച്ചാൽ നല്ല നല്ല പ്രാങ്ക് ഒരുപാടുണ്ട്, യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷെ ഇത് അനദർ ഭാഷയാണ്. മുംബൈ എന്ന് തന്നെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അനദർ ഭാഷയാണ്, ഹിന്ദി ഭാഷയിലൊക്കെ ചെയ്യുന്ന വീഡിയോസ് ആണ്. പ്രാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാങ്കിനെക്കാട്ടി പരിധി അഡൾട്ട് കണ്ടന്റ് ആയിട്ടൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത്തരം 3 കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 പേരുടെ ചാനലും കൂടി 17 ചാനലാണ് ഇവർ ഇത്തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. 2 കോടിയിലധികം പൈസ കണ്ടുകെട്ടിയിട്ടുണ്ട് എന്നാണ് മുംബൈ പോലീസ് അവകാശപ്പെടുന്നത്. അതിന്റെ ന്യൂസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഏതൊരു പ്ലാറ്റ്ഫോമിനും അതിൻ്റെതായ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ പോളിസി ഉണ്ട്. അതിൽ നിരക്കാത്ത രീതിയിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓരോ ഗവൺമെന്റിനും ഓരോ റൂൾസ് ഉണ്ട്. ഓക്കെ, സോഷ്യൽ മീഡിയക്ക് അനുവദിച്ചിട്ടുള്ള റൂൾസ് ഉണ്ട്. അതിൽ കൂടുതൽ മറികടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ അനുമതിയും അവർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോരുത്തർ റിപ്പോർട്ട് ചെയ്യുക വഴി ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കാണുന്നത് രക്ഷിതാക്കൾ, ആ ഒരു മുതിർന്ന ആളുകൾ മാത്രമല്ല, കൂടെ കുട്ടികളൊക്കെ ഇരുന്നിട്ടായിരിക്കും ചിലപ്പോൾ വീഡിയോസ് ക്ലിക്ക് ചെയ്ത് കാണുക. ചിലപ്പോൾ തമ്പനയിൽ ഒന്നായിരിക്കും കൊടുത്തിരിക്കുക, പക്ഷെ ആ തമ്പനയിൽ ക്ലിക്ക് ചെയ്ത് കാണുന്ന വീഡിയോ മുഴുവനും അശ്ലീലമായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കാണുക വഴി റിപ്പോർട്ട് ചെയ്യും. റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സൈബർ സെല്ലിലേക്ക് പോയി സൈബർ സെല്ല് അതിനെതിരെ ആക്ഷൻ എടുക്കും. അങ്ങനെ അറസ്റ്റ് ചെയ്ത 3 വ്യക്തികൾ ഇപ്പോൾ മുംബൈ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അപ്പോൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ മലയാളീസിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് കണ്ടിട്ടില്ല, പക്ഷെ യൂട്യൂബിൽ ഇത്തരത്തിൽ അനദർ ഭാഷയിൽ ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? വ്യൂസ് കൂടുതലാണ്. അങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യത്തിന് പൊതുവെ മനുഷ്യന്മാർക്ക് കൂടുതൽ ശ്രദ്ധ അതിലേക്കായിരിക്കും കേന്ദ്രീകരിക്കുക. അപ്പൊ അത്തരത്തിലുള്ള കാര്യം മുതലെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ്? മുംബൈ പോലീസ് തന്നെ പറയുന്നുണ്ട്, ഇവർക്ക് ഒരു നിശ്ചിത തുക കൊടുത്തിട്ട് ഇവരോട് ബീച്ചിലേക്കോ അല്ലെങ്കിൽ വല്ല പാർക്കിലേക്കോ വരാൻ പറയും. എന്നിട്ട് ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അവരോട് സംസാരിച്ച് എല്ലാം ഡീലാക്കി വെച്ച് ഈ വ്യക്തി അറിയാത്ത പോലെ പോയി പ്രാങ്ക് ചെയ്യുന്നു. അപ്പൊ പ്രാങ്ക് ചെയ്യുക എന്ന് വെച്ചാൽ വെറും ഇങ്ങനെ ഒരു നെട്ടിക്കൽ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു രസകരമായിട്ടുള്ള പ്രാങ്ക് ഒന്നുമല്ല. വെറും അശ്ലീലം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വീണ്ടും വീണ്ടും യൂട്യൂബിൽ വന്നുകൊണ്ടേയിരിക്കും. യൂട്യൂബിൽ നമ്മൾ ഒരു ഇഷ്ടപ്പെട്ട ഒരു വിഷയം നമ്മൾ തെരഞ്ഞെടുത്തിട്ട് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വീണ്ടും യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത് അത്തരത്തിലുള്ള വീഡിയോസ് തന്നെയായിരിക്കും. അതാണ് യൂട്യൂബിന്റെ ആ ഒരു അൽഗോരിതം എന്നത്. ഓക്കെ, നമ്മളൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് സെർച്ച് ചെയ്തു, ഇപ്പൊ എന്തെങ്കിലും ഒരു റെസിപ്പിയോ എന്തെങ്കിലും ബിരിയാണി മേക്കിങ്ങിന്റെയോ എന്തെങ്കിലും നമ്മളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ കാണുന്നതിന് മുഖാന്തരം വീണ്ടും നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ബിരിയാണി പരമായിട്ടുള്ള അത്തരത്തിലുള്ള വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും. അതേത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ അശ്ലീലപരമായിട്ട് വല്ല പ്രാങ്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതേ പരമായിട്ടുള്ള വീഡിയോസ് ഒരുപാട് യൂട്യൂബ് ഇത്തരത്തിൽ റെക്കമെൻഡ് ചെയ്യും. യൂട്യൂബിന്റെ അൽഗോരിതം അത്തരത്തിൽ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ്. പക്ഷെ ഈ പ്രാങ്ക് എന്നുള്ള രീതിയിൽ ഇത്തരത്തിൽ അശ്ലീലപരമായിട്ടുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുകയും അത് ഒരുപാട് പേര് റിപ്പോർട്ട് ചെയ്യുകയും മുംബൈ പോലീസ് അങ്ങനെ 3 പേരിനെ അറസ്റ്റ് ചെയ്തു. 17 പരം ചാനലിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ഉള്ളത് കൊണ്ട് അതെല്ലാം ബ്ലോക്ക് ചെയ്ത് അവരുടെ പൈസ കണ്ടുകെട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ മെയിൻ ആയിട്ട് പറയാനുള്ള കാരണം, ഇത്തരത്തിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം എന്ന് ഉദ്ദേശിച്ചിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കണ്ടന്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യരുത്. നല്ല രീതിയിൽ യൂട്യൂബിന്റെ പോളിസി മനസ്സിലാക്കി യൂട്യൂബിന് അനുയോജ്യമായി, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവർക്കും നല്ല രീതിയിൽ അറിവുകൾ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ രസകരമായി കോമഡി പോലെ അവതരിപ്പിച്ച് കുടുംബ സമേതം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന നല്ല നല്ല എന്റർടൈൻമെന്റ് വീഡിയോ അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പ്രോബ്ലവും സംഭവിക്കില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വയലേഷനാണ്. അത് ഒരുപാട് ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലും കുട്ടികളെ വഴിതെരിപ്പിക്കുന്ന രീതിയിലുള്ള കണ്ടന്റായി മാറുന്നതായിരിക്കും. അപ്പൊ യൂട്യൂബിന്റെ പോളിസി മനസ്സിലാക്കി മാത്രം പ്രവർത്തിക്കുക. ഇത് മെയിൻ ആയിട്ട് പറയാൻ കാരണം, മുംബൈ പോലീസ് 3 വ്യക്തികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഇത്തരം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരെ നോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതായിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ, പോലീസിന്റെ കസ്റ്റഡിയിൽ വന്നു കഴിഞ്ഞാൽ ചാനലിൽ പോകും, പിന്നെ അത് പേപ്പറിൽ വരും, ഏതൊക്കെ വ്യക്തികളാണ് എന്നുള്ളതൊക്കെ പേപ്പറിൽ വരും. പിന്നെ അവരുടെ ഫേസ് കാര്യങ്ങളെല്ലാം കാണിച്ചിട്ട് പേപ്പറിൽ വന്നു കഴിഞ്ഞാൽ
അഭിമാനം എന്ന് പറയുന്നത് പണയപ്പെടുത്തി എന്ന് തന്നെ പറയാം. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ക്യാഷ് സമ്പാദിക്കണം എന്നുള്ള ആ ഒരു ചിന്ത മാത്രമാണ് ഇത്തരത്തിലുള്ള വീഡിയോസുകളെല്ലാം, അഡൾട്ട് വീഡിയോസുകളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് സമൂഹത്തിനും മറ്റുള്ള നമ്മുടെ കുട്ടികളൊക്കെ ഇരുന്ന് വീഡിയോസ് ഒക്കെ ചിലപ്പോൾ യൂട്യൂബിലൊക്കെ ഇരുന്ന് കാണും. ചിലപ്പോൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഓൺലൈൻ ക്ലാസ്സിന്റെ പരമായിട്ട് ആ ഒരു ക്ലാസ്സിനായിട്ടാണ് മൊബൈൽ കൊടുക്കുക. പക്ഷെ അമ്മയും അച്ഛനും ഒന്ന് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടിയെ യൂട്യൂബിൽ കാർട്ടൂൺ കാണാൻ വേണ്ടി ക്ലിക്ക് ചെയ്താലും ചിലപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെയാണ് യൂട്യൂബിൽ വരിക. അപ്പൊ യൂട്യൂബിന്റെ പോളിസിക്ക് അനുയോജ്യമല്ലാത്ത കണ്ടന്റ് ആണെങ്കിലും ഇവര് പ്രാങ്ക്, ടൈറ്റില്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ഇതെല്ലാം പ്രാങ്ക് ആണ് എന്നുള്ള രീതിക്ക് മാറ്റിത്തിരിക്കുമ്പോൾ യൂട്യൂബിന്റെ അൽഗോരിതത്തിൽ തന്നെ ചിന്തിക്കുന്നത് ഇത് പ്രാങ്ക് ആണ് എന്നുള്ള രീതിക്കാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കണ്ടന്റുകളെല്ലാം അനുമതി യൂട്യൂബ് തന്നെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ സ്ട്രൈക്ക് എപ്പോഴും കിട്ടിക്കഴിഞ്ഞു. പക്ഷെ ഇങ്ങനെയുള്ള ടൈറ്റിലും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ പ്രാങ്ക് എന്ന്. പക്ഷെ ഇതൊക്കെ ഒരു നാടകമാണ്. ആളുകളെ എൻഗേജഡ് ആക്കി ഇരുത്താൻ വേണ്ടി അവർ തന്നെ മെനക്കെട്ടി എടുക്കുന്ന നാടകങ്ങളാണ് ഇതൊക്കെ. ഇത് അറിയാത്ത ആളുകൾ ഇരുന്ന് കാണും ഇത് പ്രാങ്ക് ആണ് എന്നുള്ളത്. പ്രാങ്ക് എന്താണ്? ഒരു പ്രാങ്കും ഇല്ല. ശരീരം ഒരു ജാതി അശ്ലീലങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെയുള്ള ഒരു പ്രാങ്കാണ്. ഒരു രസകരമായി തോന്നുന്ന പോലെ ആളുകൾ ഇരുന്ന് കാണുകയും ചെയ്യും. പക്ഷെ അങ്ങനെ കാണുന്നവർക്ക് അവർക്ക് മെന്റലി ആ ഒരു ഹരാസ്മെന്റ് തോന്നിയാലും കൂടി പിന്നീടും യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും അത്തരത്തിലുള്ള വീഡിയോസ് തന്നെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതൽ വ്യൂസും കിട്ടും, കൂടുതൽ പണവും കിട്ടും. ഇത് തന്നെയാണ് ഇപ്പോൾ നിർത്തലാക്കാൻ വേണ്ടി ഇപ്പോൾ പോലീസ് പിടിവള്ളി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഇത്തരം ചാനലുകളെ ഒഴിവാക്കുന്നതിൽ എന്തായാലും മുംബൈ പോലീസിനെ അഭിനന്ദനം അറിയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്തരം ആളുകളെ, ഇങ്ങനെയുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ പിടിക്കുക തന്നെ വേണം. കാരണം എന്താന്ന് വെച്ചാൽ ഇത് സമൂഹത്തിന് വിപത്തായിട്ടുള്ള ഇങ്ങനെയുള്ള അശ്ലീലങ്ങളും ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് സമൂഹത്തിന് നല്ലതല്ല. അതായത് കുട്ടികളൊക്കെ കാണുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് യൂട്യൂബ്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന ഓരോരുത്തരുടെയും മനോഭാവം മാറ്റിത്തിരിക്കാൻ വളരെ നിഷ്പ്രയാസം സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശമുള്ളവർ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യരുത്. ഇന്നത്തെ വീഡിയോ എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനുമായിട്ടുള്ള ഒരു നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോളജ് ആണ്. എന്താന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യം ഞാൻ മലയാളത്തിൽ ഒരു വീഡിയോസും കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ള കണ്ടന്റ്, ഇങ്ങനെയുള്ള പ്രാങ്കുകളൊക്കെ ചെയ്യുന്നത് ആരും മലയാളത്തിലോ തമിഴ്നാട്ടിലോ അങ്ങനെയുള്ള ഇങ്ങനെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഈ മുംബൈ എന്ന് പറയുമ്പോൾ ഹിന്ദി നാട്ടുകളിലൊക്കെ ഇത് കൂടുതൽ വിപുലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രാങ്ക് എന്ന് പറയുമ്പോൾ പാർക്കുകളിലൊക്കെ പോയിട്ട് ഇങ്ങനെ ചെയ്യാണ്. പക്ഷെ ഇതൊക്കെ ക്യാഷ് കൊടുത്ത് അവർ ചെയ്യുന്ന അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അറേഞ്ച്മെന്റിൽ വീഡിയോസ് ഒളി ക്യാമറ വെച്ച് പല എന്താ പറയുക എവിടെന്നെങ്കിലൊക്കെ എടുത്ത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് നാട്ടുകാരനെ പറ്റിക്കലാണ് ശരിക്കും. പക്ഷെ ഇതിൽ അശ്ലീലത കലർത്തിക്കൊണ്ട് ആളുകളെ പറ്റിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.